ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എർട്ടിഗയുടെ വർക്കാണ്. അപ്പോൾ എർട്ടിഗയുടെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. വീണ്ടും നമ്മളൊരു എർട്ടിഗ ചെയ്തതിൻ്റെ വീഡിയോയാണ് ഇടാൻ പോകുന്നത്. ഇതിൽ കുറേ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്ക് 7D മാറ്റും അതേപോലെ നല്ലൊരു സീറ്റ് കവറാണ്. അപ്പോൾ നമുക്ക് വണ്ടി കാണാം, അതിൽ ചെയ്തിട്ടുള്ള വർക്കുകളും നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ മാരുതിയുടെ എർട്ടിഗ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. പിന്നെ ക്രോമിൻ്റെ വലിയൊരു പ്രഷറൊന്നും ഇതിലില്ല. അതേ ഫോഗ് ലാമ്പൊക്കെ ഇതിലുണ്ടായിരുന്നതാണ്, നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇതിന് ഫോഗ് ലാമ്പ് ക്രോം നമ്മൾ വെച്ചിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുള്ളത് മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇതിൻ്റെ ക്യാച്ച് കവർ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാച്ച് കവർ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വിൻഡോ ഗാർണിഷ് ലോവർ. വിൻഡോ ഗാർണിഷ് ലോവർ ഇവിടേക്ക് അതിൻ്റെ ഇതുണ്ട് കേട്ടോ, അന്ന് ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. കണ്ട സ്റ്റിക്കറിൻ്റെ ഒരു ഇതാണ്, അത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. കറക്റ്റ് തുണിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് പോകും അത്. അപ്പോൾ അത് നമുക്ക് വരുന്ന പീസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് 4 പീസ് വരും. ഈ ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെയുള്ള പീസാണ് വരുന്നത്. ഇതിലൊരു ചെറിയൊരു പീസ്, ഇതൊരു പീസ്, അപ്പോൾ 3 ഇതടക്കം 4 പീസാണ് നമുക്ക് വിൻഡോ ഗാർണിഷിൽ ഓവർ വരുന്നത്. അത് ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്നൊരു ഐറ്റം കൂടിയാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു വർക്കാണ് സൈഡ് ബീഡിങ്. സൈഡ് ബീഡിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്കാണ് കൂടുതൽ. അതിൽ ഒരു സിൽവർ ക്രോമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും അറ്റത്ത് ബാക്കിൽ വരുന്നതിൽ എർട്ടിഗാന്ന് പഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ട, നല്ല കറക്റ്റായിട്ട് എർട്ടിഗാന്ന് എഴുതിയിട്ടുള്ളൊരു സൈഡ് ബീഡിങ് ആണ്. കളറ് പോവില്ല, നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഐറ്റമാണ്. അതേപോലെ പിന്നെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് റെയിൻ ഗാർഡ്. റെയിൻ ഗാർഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്രോം ലൈനിങ് ഉള്ളൊരു റെയിൻ ഗാർഡാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ ബാക്കിൽ 2 ഗാർണിഷ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. 2 ഗാർണിഷ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഡിക്കിയുടെ മോൾ ഭാഗത്ത് വരുന്നൊരു ഗാർണിഷ് കണ്ട, ശരിക്കും ഷോ വരുന്നൊരു ഐറ്റം തന്നെയാണ്. അതേപോലെ തന്നെ ഒരു യു ക്രോം, അടിപൊളിയായിട്ടുള്ളൊരു യു ക്രോം. വേറെ ക്രോമുകളൊന്നും നമ്മൾ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമുക്ക് ഇങ്ങനെയിലിപ്പോൾ ഇതിലൊരു ക്രോം വരുന്നുണ്ട്, അതേപോലെ ഇവിടെയും ഒരു ക്രോം വരും. പക്ഷെ നമ്മൾ ഇതിലേക്ക് അത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ക്രോം വരുന്ന ഇതിലൊരു പീസ് വരും, അതേപോലെ ഇവിടെയും വരും. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവറാണ്. സീറ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് ബീജ് കളറാണ്. ബീജ് കളറിനോട് ചേർന്ന് നമ്മുടെ 2 വിങ്സ് വരുന്നില്ല, സീറ്റിൻ്റെ വിങ്സ് വരുന്ന ഭാഗത്ത് 2 ലൈൻ, ബ്ലാക്ക് ലൈൻ, അതും കൂടി നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സീറ്റ് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോർ സിൽ പ്ലേറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതാണ്. എർട്ടിഗാന്ന് എഴുതിയിട്ടുള്ള ഡോർ സിൽ പ്ലേറ്റ് 4 ഡോറിലും നമുക്കത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അത് കോറിൽ വിടാണ്ടിരിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ശരിക്കും ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ ചവിട്ടി കയറുമ്പോൾ അടിയിൽ മണ്ണുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ പെയിൻറ്റിനെ ബാധിക്കും. അതുകൊണ്ടാണ് ആ ഡോർ സിൽ പ്ലേറ്റ് അങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ വർക്ക് അവിടെ നടക്കുന്നതൊന്ന് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീജും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ലൈനുള്ള സീറ്റ് കവർ. ഇതാണ് നമ്മുടെ സീറ്റ് കവർ വരുന്നത്. കണ്ട, ഡയമണ്ട് കട്ടും റൂളും കൂടി മിക്സ് ചെയ്തിട്ട് സൈഡിൽ ബ്ലാക്ക് ലൈനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ഷോ വരുന്ന നല്ല അടിപൊളിയായിട്ടൊരു സീറ്റ് കവറാണ്. ശരിക്കും ബീജ് കളറിൻ്റെ പ്രത്യേകത ഒരു പ്രീമിയം ലുക്കും കൂടി നമുക്ക് അതിലേക്ക് വരും. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു മാറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. മാറ്റ് നമ്മൾ ഇതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് 7D മാറ്റാണ്, ബീജ് കളറിലുള്ള 7D മാറ്റ്. ബാക്കിൽ സീറ്റ് നമ്മൾ ഉള്ളിൽ വെച്ച് തന്നെയാണ് സീറ്റ് ഇടുക. നമ്മൾ പുറത്തേക്ക് അത് ഊരിയെടുക്കാറില്ല. ബാക്കി എല്ലാ സീറ്റും നമ്മൾ പുറത്തേക്ക് ഊരിയെടുത്തിട്ടാണ് സീറ്റ് പുതിയ കവർ ഇടുന്നത്. അടിയിലിടുന്ന മാറ്റും അടിപൊളിയായിട്ടുള്ളൊരു മാറ്റാണ് കേട്ടോ നമ്മൾ 7D മാറ്റ് നമ്മൾ അതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. എർട്ടിഗ വണ്ടിയുടെ വർക്കുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വർക്ക് കുറേയധികം വർക്കുകൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സീറ്റ് കവറിൻ്റെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ആ വർക്ക് നമുക്കൊന്ന് കാണാം. അപ്പോൾ സീറ്റ് ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇതേ ഓക്കെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീജ് കളറിലുള്ള ഒരു 7D മാറ്റും, അതും നല്ല ശരിക്കും എർട്ടിഗ ബീജ് എന്ന് തന്നെ പറയാം, കറക്റ്റ് മാച്ചായിട്ടുള്ള കളർ. അതേപോലെ തന്നെ സീറ്റ് കവറും പിന്നെ ഒരു സ്റ്റിയറിംഗ് കവറും നമ്മൾ ആ സീറ്റിൻ്റെ സെയിം മെറ്റീരിയൽ സെയിം കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂൾ മോഡലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സീറ്റ് കവർ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാച്ച് കവർ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൺഷി ലോവർ അതൊക്കെ വേറെ ചെയ്തിരുന്നു. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സീറ്റിൻ്റെയാണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. ഫുൾ സീറ്റ് നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് അടിയിലത്തെ 7D മാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ 7D മാറ്റും ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് വണ്ടിയുടെ ഉള്ളിലേക്ക് വരുന്നത്. അതുമാത്രമല്ല അതിൻ്റെ മേലെയുള്ള ഗ്രാസ് മാറ്റ് ഊരിയെടുത്ത് നമുക്ക് പൊടി തട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കറക്റ്റായിട്ട് സാധിക്കും.
ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ വണ്ടിക്ക്. ഈ സെയിം മോഡൽ തന്നെ ഡിസൈനിൽ നമ്മൾ സീറ്റ് കവർ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. വളരെയധികം വീഡിയോസ് എർട്ടിഗയുടെ വർക്ക് ചെയ്തതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. സ്റ്റിയറിംഗ് കവറും നമ്മൾ ചെയ്തിട്ടുള്ളത് ആ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മാറ്റിൻ്റെ പ്രത്യേകത, ഈ 70 മാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിക്കിയിലേക്കും കൂടി നമുക്ക് ഈ കമ്പനിയുടെ മാറ്റ് വരുന്നുണ്ട്. ചില ടൈമിൽ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ ഈ സെയിം കമ്പനിയുടെ കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അതിൽ ഡിക്കിയിലേക്ക് ഉണ്ടാവില്ല. ഇത് ഡിക്കിയിലേക്കും കൂടി ഉൾപ്പെടെയുള്ള 70 മാറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. ആ ഒരു 70 മാറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിക്കിയിലിട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡിക്കിയിൽ നമ്മൾ 70 മാറ്റ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ സീറ്റിൻ്റെ കവറാണ് കേട്ടോ. സീറ്റുമ്പോൾ വന്നിട്ടുള്ള കവറുകളാണ് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന കവറുകൾ. നമുക്ക് ഇവിടെ കടയിലേക്ക് എടുക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഭയങ്കര പ്രശ്നമാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കേസാണ്. കാരണം നമ്മളത് കസ്റ്റമർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സീറ്റുമത്തെ അതിൻ്റെ കവറ്. സീറ്റിന് മേലെ പുതിയ വണ്ടിയുടെ സീറ്റും ഒരു കവറുണ്ടാവില്ല, ആ കവറാണ് നമ്മൾ ഊരി വെച്ചിരിക്കുന്നത്. ബാക്കിലെ 2 ക്രോം നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർസിൽ പ്ലേറ്റ്, സ്റ്റിയറിംഗ് കവർ, സീറ്റ് കവർ, ഇത്തരം വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.